വേനൽ മഴ സാധ്യത കണക്കിലെടുത്ത 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 2 ജില്ലകളിലും മറ്റന്നാൾ 3 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് ചേരുന്നത്. അഖിൽ, എന്തായാലും ഈ വേനൽ മഴ ലഭിക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ് കടുത്ത ചൂടിന്. നമ്മുടെ ഒരു പ്രേക്ഷകൻ കമന്റ് രൂപത്തിൽ ചോദിക്കുന്നുണ്ട്, രാത്രി കൽപ്പറ്റയിൽ നിന്ന് എറണാകുളത്തേക്ക് ബൈക്ക് യാത്രയുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ക്രിസ്റ്റിന, ശക്തമായ വേനൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ നൽകുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. വരുന്ന 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകും. വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളാണ് പ്രധാനമായും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം, അത് രാത്രികാലങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യാനും അതോടൊപ്പം തന്നെ ഈ 40 കിലോമീറ്റർ വരെയുള്ള കാറ്റ് വീശാനും ഒപ്പം ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. 13, അതായത് നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പ്രത്യേക കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വേനൽ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേനലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പുറത്തിറങ്ങി ജോലിയെടുക്കുന്നവരുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് വേണം ചെയ്യേണ്ടതെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഏറ്റവും പുതിയ കാലാവസ്ഥ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.